എല്ലാവർക്കും നമസ്കാരം. MSF ജാമിയ നടത്തുന്ന ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ഇന്ന് ബിടെക് എംടെക് കോഴ്സുകളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ജാമ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള ഒരു ക്യാമ്പസാണ് FET, ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്യാമ്പസിനെ പറ്റിയിട്ടൊന്ന് പറയാം, അതിനുശേഷം ഓരോ കോഴ്സുകളിലേക്കും വരാമെന്ന് കരുതുന്നു. നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിനെ തിരഞ്ഞെടുക്കുമ്പോൾ, അതിലെ കോഴ്സുകളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നമ്മൾ കോളേജുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് നോക്കാം എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം പഴക്കമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നമുക്ക് പ്രൊഫസേഴ്സിന് അവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രാമിലും റിസർച്ച് ഉണ്ടോ, അതുപോലെ തന്നെ അക്രഡിറ്റഡ് ആണോ കോഴ്സുകളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യം വെച്ച് നോക്കുമ്പോൾ, ഒന്നാമത് നമ്മളെ ജാമ്യന്റെ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നോക്കുമ്പോൾ 1985 സ്ഥാപിതമായിട്ടുള്ളതാണ്. അത്യാവശ്യം പഴക്കമുണ്ട്. അതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ കോഴ്സുകളിലും റിസർച്ച് ഉണ്ട്, PhD ഉണ്ട്. അതുപോലെ തന്നെ നല്ല പ്രൊഫസേഴ്സ് ആണ്. പിന്നെ ഒന്നെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, അവര് PhD ഒക്കെ IIT ഡൽഹി അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി, അങ്ങനത്തെ അതുപോലെ പല ആളുകളും പല വിദേശത്തും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് വരുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ 2000-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് FET എന്ന് പറയുന്നത്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, അക്രഡിറ്റേഷൻ ആയിക്കോട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റും NBA അക്രഡിറ്റഡ് ആണ്. പിന്നെ NIRF റാങ്കിങ് നോക്കുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നോക്കുമ്പോൾ, ജാമ്യന്റെ മൊത്തത്തിലല്ല, യൂണിവേഴ്സിറ്റി റാങ്ക് 3ഉം 4ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നോക്കുമ്പോൾ FET എന്ന് പറയുന്നത് 24ാമത്തെ റാങ്കിൽ വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ പല NIT-കളേക്കാൾ അല്ലെങ്കിൽ പുതിയ IIT-കളേക്കാൾ മുകളിലാണ്. ഇംഗ്ലീഷ് നമ്മൾ പറയുമ്പോൾ കാലിക്കറ്റ് NIT-നേക്കാൾ 2 റാങ്ക് മുകളിലാണ് NIRF-ന്റെ ഇതിൽ നോക്കുമ്പോൾ FET എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. പ്ലേസ്മെന്റ് നമ്മളെടുക്കുന്ന നമ്മുടെ കരിയർ, നമ്മൾ ഏത് ബ്രാഞ്ചാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇതിലേക്കാണ് കൂടുതലായിക്കൊണ്ടുള്ളത്. പിന്നെ കുറവാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ. എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ഏകദേശം ഒരു 11 LPA മുകളിലായിക്കൊണ്ട് തന്നെ പല നല്ല പ്ലേസ്മെന്റുകൾ നടക്കുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ബിടെക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എംടെക്കില് പ്ലേസ്മെന്റുകൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂഡൽഹി എന്നുള്ളതാണ്. ഇപ്പോ ഇതിനോടനുബന്ധിച്ച് തന്നെ എൻട്രൻസ് വഴി നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്. പക്ഷെ അവിടത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പ്ലേസ്മെന്റ് കൂടാനും ഇവിടെ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ന്യൂഡൽഹി എന്നുള്ള ഡൽഹിന്റെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിൽ പഠിക്കുന്ന ഉള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും ജാമ്യ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തം 7 ഡിപ്പാർട്ട്മെന്റുകളാണ് FET-യിലുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ സയൻസസ്, അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഈ ഡിപ്പാർട്ട്മെന്റുകളാണ് വരുന്നത്. കോഴ്സുകൾ വരുമ്പോൾ 5 ബിടെക് കോഴ്സുകൾ നമ്മൾ മെറിറ്റ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ 3 സെൽഫ് ഫൈനാൻസിങ് ബിടെക് കോഴ്സുകളും ഉണ്ട്. ഒരു BSc കോഴ്സ് ഉണ്ട്. BSc അത് എയറോനോട്ടിക്കൽ ആണ്. പിന്നീട് 14 എംടെക് കോഴ്സുകൾ മെറിറ്റ് ബേസ്ഡ് ഉണ്ട്. അതുപോലെ 12 എംടെക് കോഴ്സുകൾ സെൽഫ് ഫൈനാൻസിങ് ആയിട്ടും ഉണ്ട്. പിന്നെ ഒരു MSc കോഴ്സ്, അത് എയറോനോട്ടിക്കലിന്റെ ഒരു MSc കോഴ്സും അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെ മൊത്തം 26 മാസ്റ്റേഴ്സ് കോഴ്സുകളാണ്. പിന്നെ എല്ലാത്തിലും PhD ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഓരോ ഇതിലേക്കും നമ്മൾ പോകുമ്പോൾ, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ മെറിറ്റ് ബേസിൽ വരുന്നതാണ്. മുമ്പ് ഇതിന് 18,000 രൂപയായിരുന്നു ഫീസ്. ഇപ്പോൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 19,025 ഫീസ് സ്ട്രക്ചർ കാണിക്കുന്നത് പെർ ഇയർ. ഇതിന്റെ
അഡ്മിഷൻ പ്രോസസ്സിലേക്ക് വരാം ഇൻഷാ അള്ളാ. പിന്നെ ബിടെക് സെൽഫ് ഫൈനാൻസിങ് ഉള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ബിടെക് സെൽഫ് ഫൈനാൻസിങ് ആണത്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കലിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും പാടെ മിക്സ് ആക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ. അതുപോലെ തന്നെ VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി എന്ന് പറയുന്ന, ഇതൊക്കെ കുറച്ചുകൂടിയും ഇപ്പോൾ പുതിയ മോഡേൺ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണുള്ളത്. അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് ആണ് ബിടെക്കില്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ബിടെക് കോഴ്സ് കൂടി ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊക്കെ വരുന്നത് 1,52,875 രൂപ. നേരത്തെ ഞാൻ പറഞ്ഞു മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് 19,000 രൂപയാകുമ്പോൾ ഇവിടെ 1,52,000 രൂപയാണ് വരുന്നത്. 1,53,000 അടുത്താണ് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. എല്ലാത്തിലും 70 സീറ്റുകളാണ് ഇൻടേക്ക് ഉള്ളത്. ഓക്കെ, പിന്നീട് നമ്മൾ MTech കോഴ്സിലേക്ക് വരുമ്പോൾ MTech എനർജി സയൻസ് ആൻഡ് ടെക്നോളജി, MTech കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ്, ഈ രണ്ട് കോഴ്സുകളും സെൽഫ് ഫൈനാൻസിങ് ആണ്. 18ഓളം വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത്. 57,500 രൂപയാണ് ഇതിന്റെ ഫീ വരുന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എർത്ത് കേക്ക് എഞ്ചിനീയറിംഗ്, ഈ രണ്ട് കോഴ്സുകളാണ് മാസ്റ്റേഴ്സ് ആയിട്ട്, ഈ രണ്ട് സ്പെഷ്യലൈസേഷൻ ആണ് മാസ്റ്റേഴ്സ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗിനുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ANML, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാ സയൻസ് ഞാൻ MTechലുണ്ട്, BTechലുണ്ട്. MTechൽ ഇത് വരുന്നത് സെൽഫ് ഫൈനാൻസിങ് ആയിട്ടാണ്. ഇതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, MTechന്റെ മെറിറ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ വരുന്നത് 21,000 ആണ്. ആ സമയത്ത് സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള MTech കോഴ്സുകൾക്ക് 57,000, ഏകദേശം 58,000 ഇതിന്റെ ഫീ സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം മാനേജ്മെന്റ്, EPSM എന്ന് പറയും. അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, ഈ രണ്ട് കോഴ്സുകളും മെറിറ്റ് ആണ്. പിന്നെ ഇലക്ട്രോണിക്സിൽ വരുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് MTech എന്ന് പറയുന്ന ഒറ്റ കോഴ്സാണ്, അതും മെറിറ്റ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഞാനിവിടെ മെഷീൻ ഡിസൈൻ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. അത് കൂടാതെ തെർമൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതിലൊക്കെ 10ഓളം ആണ് സീറ്റുകൾ വരുന്നത്. ഇതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് നേരത്തെ ഞങ്ങൾ ചേരുമ്പോൾ 18,000 ആയിരുന്നു, ഇപ്പോൾ 21,000ലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ MTech എൻവയോൺമെന്റൽ ഹെൽത്ത് റിസ്ക് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകളും പാടെ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കാം. ഒരുപാട് കോഴ്സുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനെയും പറ്റി ഡീറ്റെയിൽ ആയി പറയുന്നില്ല. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്തരം കോഴ്സുകളാണ് ജാമിയ മില്ലിയയിൽ വരുന്നത്, MTech ആയിട്ടും അതുപോലെ തന്നെ BTech കോഴ്സുകളായിട്ടും. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഫീ സ്ട്രക്ചർ, നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ്. BTechലേക്ക് നമ്മൾ JEE മെയിൻ ക്വാളിഫൈ ആകണം. JEE മെയിൻ ക്വാളിഫൈ ആയതിനു ശേഷം ഇപ്പോൾ തന്നെ നമ്മുടെ ജാമ്യന്റെ അഡ്മിഷൻ സൈറ്റിൽ ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ പോയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അവിടെ നമ്മുടെ JEEയുടെ നമ്പർ വെച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. JEE ഏകദേശം നമ്മൾ ക്വാളിഫൈ ആയാൽ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഇയറിന്റെ ഒരു കട്ട് ഓഫ് കൂടി ഞാൻ പറയാം. JEEയിൽ വരുന്നത്, ജനറലില് വരുന്നത് ലാസ്റ്റ് ഇയർ അവസാനമായിക്കൊണ്ട് ലാസ്റ്റ് റൗണ്ടിൽ വിളിച്ച കട്ട് ഓഫ് എന്ന് പറയുന്നത് 37,894, അതാണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത്. അതുപോലെ OBC 45,704, SC/ST-കാർക്ക് 48,418. പിന്നെ മുസ്ലിം വിമൺ എന്ന് പറഞ്ഞിട്ട് അന്ന് കട്ട് ഓഫ് എന്ന് പറയുന്നത് 70,627 ആണ്. അപ്പോൾ ഏകദേശം 4-5 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഈ ഒരു എക്സാമിൽ ഇതാണ്, ഇത്ര കട്ട് ഓഫ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താക്കാം, ജാമ്യയിലേക്ക് വേണ്ടിക്കൊണ്ട് അപേക്ഷിക്കാം എന്നർത്ഥം. പിന്നെ MTechന്റെ കേസിലേക്ക് വരുമ്പോൾ MTechൽ 2 രൂപത്തിലാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. ഒന്ന് നമ്മുടെ ഗേറ്റ് ബേസ്ഡ് ആണ്. ഗേറ്റ് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ തന്നെ അപേക്ഷിക്കാം. അങ്ങനെ ഗേറ്റ് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ തന്നെ ഉള്ളവർക്കൊക്കെ ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാമ്യ നടത്തുന്ന എൻട്രൻസ് വഴിയാണ്. ആ എൻട്രൻസ് അടുത്ത മെയ് മാസം 26, 27, 28 തീയതികളിലാണ് നടക്കുന്നത്.
ജാമ്യന്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ആ ഒറ്റ എൻട്രൻസ് ആയിരിക്കും. ആ എൻട്രൻസിന്റെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഏതാന്ന് വെച്ചാൽ അതിലായിരിക്കും. അപ്പോ ജാമ്യന്റെ എൻട്രൻസും ഉണ്ട്, ഗേറ്റും ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ പ്രയോറിറ്റി ഗേറ്റിനായിരിക്കും. ഗേറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളാണ് ജാമ്യയുടെ എൻട്രൻസ് ഫില്ല് ചെയ്യുക, അത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള അർത്ഥം. ഇനി നമ്മളിപ്പോൾ ഉദാഹരണം ആയിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എംടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനിൽ നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ വിചാരിച്ചത് അതായിരുന്നില്ല എന്നുള്ള കൂട്ടം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്തതിനു ശേഷം പിന്നീട് അവിടെ വേക്കൻസി വരുന്നതിനനുസരിച്ച് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് വഴിയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടും. ഒരു മാസം 13,000 ആണ് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് ഇവിടെ ഗേറ്റ് ഇല്ലാതെ തന്നെ ജോയിൻ ചെയ്യാം. ഇവിടുത്തെ എൻട്രൻസ് എഴുതിയാൽ മതി. അവിടെയും സ്റ്റൈപ്പൻഡ് വരുന്നത് ഇവിടെ ക്യാമ്പസ് കൊടുക്കുന്ന ഒരു 8,000 രൂപ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് സ്റ്റുഡൻസ് ഓർഗനൈസേഷന് നമ്മളെ ഒരുപാട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സൊസൈറ്റീസ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ സ്റ്റുഡൻസ് ചാപ്റ്റേഴ്സും ജാമ്യയിലുണ്ട്. IEEE, ISME ഇതിലുള്ള ഇന്റർനാഷണൽ സൊസൈറ്റികളുടെ സ്റ്റുഡൻസ് ചാപ്റ്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇനി മൊത്തത്തിലൊരു ഓവർവ്യൂ പറയുമ്പോൾ ഞാൻ ജാമ്യ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൽ ജസ്റ്റ് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ജാമ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജാമ്യ മില്ലിയ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ പൊതുവെ യൂണിവേഴ്സിറ്റിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ആ രൂപത്തിലാണ്, ആർട്സ് ആൻഡ് സയൻസ് ഇതിലാണ്. അപ്പോ അത് ഒരുപക്ഷെ ഗുണമായിരിക്കാം, ദോഷമായിരിക്കാം. അപ്പോ നമുക്ക് കൂടുതലായിക്കൊണ്ട് അക്കാദമിക് ഇൻവോൾവ്മെന്റ് നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, അതിന് പറ്റിയൊരു ക്യാമ്പസ് അല്ല ജാമ്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നാട്ടിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടാണ് പഠിച്ചത്, പാലക്കാട് GEC അപ്പൊ അവിടെ ഇതിനേക്കാൾ ഓപ്പർച്യൂണിറ്റീസും കുറച്ചുകൂടി കൂടുതൽ ടെക് ഫെസ്റ്റുകളായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി അതേ സൈഡ് തന്നെ അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, ഇപ്പോ ഒരാൾ കരുതാണ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഇതിൽ പഠിക്കുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ വർക്കിംഗ് ആ രൂപത്തിലുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക, അതുപോലെ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഇതുകൾ ഉണ്ടാവല്ലോ, അങ്ങനത്തെ ടേസ്റ്റ് ഉള്ള ആൾക്കാർ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജാമ്യ ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒരേ സമയം എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുകയും NGOയിൽ പോയി വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ FET എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു അത്രയും വലിയ കുട്ടികളും ഒരുപാട് കോഴ്സുകളുള്ള ഒരു സ്ഥാപനമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം എല്ലാതും തന്നെ ലാബുകളും എല്ലാ സൗകര്യവും ഉണ്ട്. ലാബ് ആയിക്കോട്ടെ, വർക്ക്ഷോപ്പുകൾ ആയിക്കോട്ടെ, നമുക്കുള്ള എല്ലാ ഫെസിലിറ്റീസും, ലൈബ്രറി, റീഡിംഗ് റൂം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്ന് അടുക്കി വെച്ച പോലെ ഒരേ ലാബിൽ തന്നെ 2-3-4 ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ 2-3-4 മെഷീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക് ഫെസ്റ്റുകളും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും എന്തില്ല FETയിൽ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഇന്റർനാഷണൽ സൊസൈറ്റികളുടെ സ്റ്റുഡൻസ് ചാപ്റ്റേഴ്സ് നടത്തുന്ന കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളൊരു NIT ലെവലിലെ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, എന്നാൽ ആ രൂപത്തിലുള്ള ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ജാമ്യന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. അതുപോലെ തന്നെ മാർക്കിന്റെ കാര്യങ്ങളിലും ഇതിലൊക്കെ ആണെങ്കിൽ ഒരു നമ്മുടെ മറ്റു ആക്ടിവിറ്റീസും കാര്യങ്ങളിലൊക്കെ ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നമ്മളോട്ട് ഭയങ്കര കമ്പനിയാണ്. മാത്രമല്ല കുറെ ഹെൽപ്ഫുൾ ആണ്, കുറച്ചുകൂടി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ കാര്യമില്ലാതെ തോൽപ്പിക്കുക, അതുപോലെ തന്നെ മാർക്ക് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ രൂപത്തിലുള്ള പല പ്രഷറുകളും ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജാമ്യയിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പൊതുവെ എല്ലാവർക്കും ഉള്ള അഭിപ്രായം അത് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജാമ്യയില് എന്റെ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ അത് മറ്റുള്ളവരെ കൂടി എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ജാമ്യ മില്ലയിൽ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് പല ആളുകൾക്കും സംശയമാണ്. പക്ഷെ ഞാൻ പറയുന്നു നല്ലൊരു ഓപ്ഷനാണ്. താരതമ്യേന ജയിലും വളരെ കുറച്ച് സ്കോർ കിട്ടിയാൽ അല്ലെങ്കിൽ പല ആളുകളും
അപ്പൊ ഞാനൊക്കെ ഗേറ്റ് പ്രിപ്പയർ ചെയ്തിരുന്ന ആളാണ്. എനിക്കത് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് എനിക്ക് വന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ജാമ്യ മില്ലിയ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ കൂടി എത്തിക്കാനായിക്കൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.